ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ വീട്ടമ്മമാരും, പ്രത്യേകിച്ച് എടുത്തു പറയുക വീട്ടമ്മമാരൊക്കെ ടെൻഷനാണ് ഒരു മാസത്തേക്ക് ഗ്യാസ് എങ്ങനെ കൂടുതൽ എത്തിക്കുക എന്നുള്ളതല്ലേ. കാരണം ഗ്യാസിന് ഓരോ ദിവസവും പൈസ കൂടി വരിക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് ഒരുപാട് ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഗ്യാസിൻ്റെ തീ. അതായത് തീ ഇതുപോലെ പെർഫെക്റ്റായിട്ട് നല്ല നീല കളറിൽ തന്നെ കത്തണം. അല്ലെങ്കിൽ അതൊരു ചില സമയത്ത് നന്നായിട്ട് റെഡ് കളറോ മഞ്ഞ കളറോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്യാസിൻ്റെ ബർണറിൽ എന്തോ പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ഗ്യാസ് പാഴായി പോകുന്നുണ്ട്, അതോടൊപ്പം നമ്മുടെ തീയും മര്യാദയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചാൽ തന്നെ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇത് നിങ്ങൾക്ക് ലാഭിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു കത്തൽ എന്ന് വെച്ചാൽ ഇതുപോലെ ബ്ലൂ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ മഴക്കാലമായാലും തണുപ്പാലായിക്കോട്ടെ, ഏത് കാലമായിക്കോട്ടെ, നമ്മൾ ഗ്രാനൈറ്റൊക്കെ ആയിരിക്കും ടോപ്പ്. അപ്പോൾ അതെന്തായാലും തണുത്തൊരു സംഭവമാണ്. അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ലൈറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് കത്തില്ല. അപ്പോൾ ആ ഓൺ ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഇത് കത്തുന്നവരെ ഇത് അടിച്ചുകൊണ്ടിരിക്കും ലൈറ്റർ. അപ്പോൾ അത്രയും സമയം നമ്മളെ ഗ്യാസ് പോവും. അപ്പോൾ ലൈറ്റർ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കത്തിച്ച്, അതായത് ഓഫ് ചെയ്ത് ആ ചൂടുമല്ല ഇതുപോലെ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നമ്മളെ ലൈറ്റർ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബർണറിൽ നിന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് എടുത്തു വെച്ചാൽ മതി. പക്ഷേങ്കിൽ താഴെ ഒരു കാരണവശാലും എടുത്തു വെക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗ്യാസ് ഒരുപാട് നമുക്ക് നഷ്ടമാവും. പിന്നെ ഒരു കാര്യമാണ്, പരമാവധി എല്ലാ സാധനങ്ങളും കുക്കറിൽ വെക്കുക. അതായത് ഇപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു അടപ്പിൽ നമ്മൾ പച്ചക്കറിയും കൂടെ ഇട്ട് മിക്സാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാം. അതുപോലെ തന്നെ നമ്മൾ മുട്ടയായാലും, മുട്ടയൊക്കെ വെറുതെ ബോയിൽ ചെയ്യുന്നവരുണ്ട്. അത് കുക്കറിലിട്ട് ഒരു വിസിൽ എത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ നമ്മൾ പരമാവധി കുക്കർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ അളവ് നമുക്ക് ഒരുപാട് കുറക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ എല്ലാ ഫുഡും കുക്കറിൽ ഉണ്ടാക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പതഞ്ഞ് പോകുന്നത് പാലായിക്കോട്ടെ ചായ ആയിക്കോട്ടെ പരമാവധി പതഞ്ഞ് പൊങ്ങി മറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കുക. അതവിടെ കിടക്കട്ടെ എന്ന് വെച്ച് ഇരിക്കാൻ പാടില്ല. ബർണറും കൂടെ നമ്മളെന്ത് സൈഡൊക്കെ വൃത്തിയാക്കിയിട്ട് ബർണർ വൃത്തിയാക്കാതെ അവിടെ വയ്ക്കും. അതും കൂടെ വൃത്തിയാക്കണം. ഇനി ബർണർ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ അകത്ത് എന്തായാലും അതിൻ്റെ ഹോളിൽ നമ്മുടെ ഈ പറ്റിപ്പിടിച്ച അംശങ്ങളൊക്കെ ഉണ്ടാവും. ഡ്രൈ ആകുമ്പോൾ നമുക്ക് കത്തുമ്പോൾ കരിഞ്ഞ് വരിക. അപ്പോൾ അതെന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ചെറിയൊരു പിന്ന്, അതായത് നമ്മളെ സേഫ്റ്റി പിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മുട്ട് സൂചി ആയിക്കോട്ടെ, ഇതുപോലെ നേരത്തെ ഒരു പിന്നിട്ട് ആ ഹോളിലൊക്കെ ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കരട് അവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിക്കിട്ടും. അങ്ങനെ തന്നെയാണ് എൻ്റെ സ്റ്റൗ നല്ല നീല നിറത്തിൽ കത്തുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ ഗ്യാസിലൊന്നും പതച്ച് പൊങ്ങാതെ മറിയാതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ എപ്പോഴെങ്കിലും സംഭവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നത്തേക്ക് വെക്കാതെ എളുപ്പപ്പണിയും അന്നേരം ചെയ്യുന്നതന്നെ. പിന്നത്തേക്ക് വെച്ച് അത് ഉണങ്ങിപ്പിടിച്ച് ആകെ ഒട്ടിപ്പിടിച്ച് നമുക്ക് വളരെ ഇതായിരിക്കും പണി. അപ്പോൾ ഈ ഒരു ട്രിക്കൊന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മുട്ട് സൂചിയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക. പിന്നെ കഴുകിയിട്ടും വെക്കുക. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഭക്ഷണ സാധനങ്ങൾ നേരെ തന്നെ ഗ്യാസിൽ ചൂടാക്കാതെ ഒരല്പസമയം എടുത്തു വെച്ചതിന് ശേഷം ചൂടാക്കുക. കാരണം എന്ന് വെച്ചാൽ അത് മുട്ടയായിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, കറി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ തണുപ്പ് പോകുന്നത് വരെ നമ്മളെ ഗ്യാസ് കത്തണം. എന്നിട്ട് നോർമൽ ടെമ്പറേച്ചർ വന്നതിന് ശേഷം മാത്രമേ ചൂടാവുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളെ ഗ്യാസ് കത്തിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ പുറത്തെടുത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ അത്രയില്ലേ നമുക്ക് ചൂടാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഗ്യാസ് സേവ് ചെയ്യാനുള്ള ഒരു അടിപൊളി മാർഗ്ഗമാണ്. പിന്നെ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കുള്ള ടെൻഷനാണ് ഗ്യാസ് തീർന്നോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു ടിപ്പ് എന്ന് വെച്ചാൽ നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ ഗ്യാസ് മൊത്തത്തിൽ തുടച്ച് കൊടുക്കുക. അതായത് ഒരു സൈഡ് തുടച്ചാൽ മതി. അപ്പോൾ മേളിൽ നിന്ന് താഴെയുള്ളതൊക്കെ തുടച്ച് വെക്കുക. അപ്പോൾ തുടച്ചതിന് ശേഷം അതായത് മേൽഭാഗം ആറി വരും. അതായത് ഗ്യാസ് ഉള്ള ഭാഗം മെല്ലെ ആറിയിട്ട് മേൽഭാഗം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ആ ഉണങ്ങിയ എത്രത്തോളം ഭാഗമാണോ അത്രത്തോളം ഭാഗം ഗ്യാസ് ഇല്ല. ഉണങ്ങാത്ത ഭാഗം ഏതാണോ ആ ഭാഗത്ത് മാത്രം ഗ്യാസ് ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.